സഹോദരങ്ങളെ, നമ്മളൊക്കെ മരിച്ചിട്ട് 6 അടി മണ്ണിൽ നമ്മുടെ ശരീരം കബറടക്കിക്കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ നമ്മുടെ ഫോൺ ഒരു പക്ഷേ സെൻട്രൽ ഹാളിന്റെ ടേബിളിന്റെ മുകളിൽ കിടന്ന് ബെല്ലടിക്കുന്നുണ്ടാകും. ആ ഫോൺ തുറന്നു നോക്കിയാൽ വായിച്ചിട്ടില്ലാത്ത, മറുപടി കൊടുത്തിട്ടില്ലാത്ത മെസ്സേജുകൾ അപ്പോഴും നമുക്ക് കാണാൻ കഴിയും. നാം ഫേസ്ബുക്കിലിട്ട പോസ്റ്റുകൾക്ക് അപ്പോഴും ആളുകൾ ലൈക്കുകളും കമന്റുകളും അടിക്കുന്നുണ്ടാകും. പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിന് നാളെ മണലിറക്കട്ടെ എന്ന് ചോദിക്കാൻ കോൺട്രാക്ടർ ഒരു പക്ഷേ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഈ ലോകത്ത് നിന്ന് ആരും ഒന്നും പൂർത്തിയാക്കിയിട്ട് യാത്ര പോകില്ല. പകുതി കിട്ടുകൊണ്ടാണ് എല്ലാവരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുക. പോകുമ്പോ പണി പൂർത്തിയാകാത്ത വീടും, പിറക്കമുറ്റാത്ത മക്കളും, പൂർത്തിയാകാത്ത സംഘടനാ വർക്കുകളും, ഒരുപാട് ബാധ്യതകളും, ഒരുപാട് പ്രശ്നങ്ങളും, ഒരുപാട് പ്രാരാബ്ദങ്ങളും നമുക്ക് പറയാനുണ്ടാകും. തീർന്നിട്ടില്ലാത്ത, ചെറുകടഞ്ഞിട്ടില്ലാത്ത സ്വപ്നങ്ങൾ ഓരോ മയ്യത്തിനുമുണ്ട് എന്ന് നാം ഓർക്കണം. നാളെ നന്നാവാമെന്ന് വിചാരിച്ച പല ആളുകളും ഇന്ന് മയ്യത്ത് കട്ടിലിൽ കിടന്നിട്ടുണ്ട് എന്ന് നാം അറിയണം. ഈ ദുനിയാവ് നശ്വരമാണ് സഹോദരങ്ങളെ. എപ്പോഴാണ് ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകേണ്ടത് പറയാൻ നമുക്ക് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പറയുന്നതാണ്. അല്ലാഹു പറയുന്നു, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. നാളെ എന്താണ് വന്നെത്തുകയെന്ന് പ്രവചിക്കാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല. വീട്ടിൽ നിന്ന് ഭാര്യയോട് യാത്ര പറഞ്ഞിറങ്ങുന്ന പ്രിയപ്പെട്ട ഭർത്താവ് ആ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് ഉറപ്പ് പറയാൻ ഭാര്യയ്ക്ക് സാധ്യമല്ല. വണ്ടിയുടെ എഞ്ചിൻ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ എഞ്ചിൻ തന്റെ കൈ കൊണ്ട് ഓഫ് ചെയ്യുമോ, അതല്ല എന്റെ വാഹനത്തിന്റെ ഇരുമ്പ് ചീളുകൾക്കിടയിൽ നിന്ന് എന്റെ ഉറച്ചിത്തുണ്ടങ്ങൾ ആരെങ്കിലും വലിച്ചൂരിയെടുക്കുമോ, ഉറപ്പ് പറയാൻ ആർക്കും കഴിയില്ല. വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഇസ്തിരിയിട്ട വസ്ത്രങ്ങൾ അണിയുന്ന സമയത്ത് ഈ വസ്ത്രത്തിന്റെ ബട്ടൺ ഞാൻ എന്റെ കൈ കൊണ്ടൂരുമോ, അതല്ല മോർച്ചറിയിലെ ഉദ്യോഗസ്ഥൻ വാർന്നൊലിക്കുന്ന രക്തത്തിൽ പറ്റിക്കിടക്കുന്ന എന്റെ ഈ വസ്ത്രം എന്റെ ശരീരത്തിൽ നിന്ന് വലിച്ചൂരിയെടുക്കുമോ, പറയാൻ ഒരാൾക്കും സാധ്യമല്ല. ഈ ലോകത്ത് നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ആർക്കും തന്നെ സാധ്യമല്ല. എന്റെ ജോലി നിലനിൽക്കുമോ, എന്റെ വീടിന്റെ പണി പൂർത്തിയാകുമോ, എന്റെ മക്കൾ എന്റെ കൂടെ ഉണ്ടാകുമോ, അവരുടെ പഠനം പൂർത്തിയാകുമോ, പറയാൻ ഒരാൾക്കും സാധ്യമല്ല. പക്ഷെ ഒന്ന് പറയാം, ഒന്ന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒറ്റ സ്വരത്തിൽ ഉറപ്പായി പറയാം, അത് ഞാൻ മരിക്കും എന്നുള്ളതാണ്. ഞാൻ മരിക്കും എന്നുള്ളതാണ്. അത് മാത്രം